സ്പൈസി ആയിട്ടുള്ള പൊടിയാണ് കേട്ടോ. ഇഡ്ലിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ പാലക്കാട് തമിഴ്നാടുകളിലൊക്കെ കിട്ടുന്ന ഒരു നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു പൊടി. ആ പൊടി നമുക്ക് പല തരത്തിൽ യൂസ് ചെയ്യാൻ പറ്റും. അത് പലതരം ദാലുകൾ കൊണ്ടുള്ള ഒരു മിക്സാണ്. അപ്പോൾ ഇതിപ്പോൾ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഞാൻ ഒരു പൊടിക്കോഴക്കട്ട ഒരു റെസിപ്പിയിലും അതുകൂടാതെ തന്നെ നമ്മൾ ഊത്തപ്പം ഉണ്ടാക്കുമ്പോഴൊക്കെ പൊടി ഊത്തപ്പമൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അതിന്റെ റെസിപ്പിയിലേക്ക് നമുക്ക് പോകാം. ഇഡ്ലി പൊടി ഉണ്ടാക്കാനായിട്ട് ഒരു ചീനിച്ചട്ടിയാണ് ആദ്യം വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഒരു 6 ചുവന്ന മുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 3 കാശ്മീരി ചില്ലിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണ്ടവർക്ക് കുറച്ചും കൂടി ഇടാം. ഇതൊരു ഒരുപാട് ഭയങ്കര സ്പൈസി ആയിട്ടുള്ള പൊടിയായിട്ടല്ല ഞാൻ ഉണ്ടാക്കുന്നത്. ഇതൊരു മീഡിയം സ്പൈസി ആയിട്ടുള്ള പൊടിയാണ്. ഇനി അതിലേക്ക് നിറച്ച് കറിവേപ്പിന്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ഒരു 2-3 മിനിറ്റ് നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് കടലപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൽ 3 തരത്തിലുള്ള പരിപ്പാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. കടലപ്പരിപ്പും തുവരപ്പരിപ്പും ഉഴുന്നുപരിപ്പും 3-ന് 3 വറവായതുകൊണ്ട് ഞാൻ ഈ കടലപ്പരിപ്പ് ഒരു അരഭാഗം ഒരു പകുതിയൊക്കെ നമുക്ക് വറുത്ത് വരുമ്പോഴാണ് ഇതിലേക്ക് ഇനി തുവരപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയും വറക്കാട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് തുവരപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും ഒരു പകുതിയോളം വറുത്ത് വരുമ്പോഴാണ് നമുക്ക് ഉഴുന്നുപരിപ്പിടേണ്ടത്. ഇത് കുറച്ചൊന്ന് 2-3 മിനിറ്റ് വറുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളകും 1 ടീസ്പൂൺ ജീരകവും കൂടി ഇട്ട് കൊടുക്കാം. കുരുമുളക് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ കുരുമുളകിന്റെ ടേസ്റ്റ് കൂടുതൽ വേണമെങ്കിൽ ഇതിനെ ഒരു 2 മിനിറ്റും കൂടി നമുക്ക് വറക്കാം. ഇത് മീഡിയം ഫ്ലെയിമിലാണ് വറക്കേണ്ടത്. ഇനി അതിലേക്ക് 1 കപ്പ് ഉഴുന്നുപരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഹോൾ ആയിട്ടുള്ള ഉഴുന്നായിരുന്നു എന്റെ കയ്യിലുള്ളത് കേട്ടോ. അപ്പൊ 1 കപ്പ് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും നല്ലവണ്ണം ചുവക്കുന്നവരെ വറക്കണം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ എള്ളാണ് ഞാൻ ചേർത്തി കൊടുത്തത്. എള്ളും നല്ലൊരു ഫ്ലേവർ കൊടുക്കാം നമ്മുടെ പൊടിക്ക്. അതുകൊണ്ട് ഇതൊരു ഉഴുന്നുപരിപ്പ് വറുത്ത് തുടങ്ങിയിട്ട് എള്ളിട്ടാൽ മതി കേട്ടോ. ഓവറായിട്ട് എള്ള് വറുത്ത് കരിയേണ്ട ആവശ്യമില്ല. ഇനി ഇത് ചുവക്കുന്നവരെ വറക്കണം. കണ്ടോ, നല്ലവണ്ണം വറുത്ത് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ വറുക്കുമ്പോൾ തന്നെ എല്ലാ ദാലുകളും കൂടി നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. പരിപ്പ് എല്ലാം കൂടി ചേർന്നിട്ട് ഇപ്പൊ ഇത് നല്ലവണ്ണം ചുവക്കുന്നവരെ വറക്കണം. മീഡിയം ഫ്ലെയിമിൽ വറുത്താൽ നന്നായിരിക്കും. ഇപ്പൊ ഇത് കണ്ടോ, ഇത് ഏകദേശമായി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടേത് ഫ്ലെയിം കൂട്ടി വറുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ പരിപ്പുകളൊന്നും വറുക്കാതെ കരിഞ്ഞു പോകും. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കായമാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് വറുത്തിടുന്നതാണ് നല്ലത് കേട്ടോ. ഇതിനെ ഒരു 2 മിനിറ്റും കൂടി നമുക്ക് കായം കൂടി ഒന്ന് ചൂടാവുന്നവരെ വറുത്ത് കൊടുക്കാം. ഇനി ഇത് ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കുമ്പോൾ പൊടിച്ചെടുക്കാം. അപ്പൊ ഒന്ന് തണുത്തിട്ടുണ്ട്. ഞാൻ ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഫൈൻ ആയിട്ടുള്ള പൗഡർ ആയിട്ട് ഞാൻ പൊടിക്കുന്നില്ല. നിങ്ങൾക്ക് ഫൈൻ ആയിട്ട് പൊടിക്കണമെങ്കിൽ അങ്ങനെയും പൊടിക്കാം. ഇപ്പൊ പൊടിച്ചു വന്നിട്ടുണ്ട്. ഇതിൽ കുറച്ച് തരിയോട് കൂടിയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് ഞാൻ തരിയോട് കൂടി പൊടിച്ചിട്ടുണ്ട്. നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പൊ ഞാൻ അങ്ങനെ അതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി വെക്കുകയാണെങ്കിൽ ദിവസങ്ങളോളം നിങ്ങൾക്ക് കേടുവരാതെ അത് ഉപയോഗിക്കാൻ പറ്റും. ഇഡ്ലിയുടെ കൂടെ ദോശയുടെ കൂടെ പൊടിക്കൊഴുക്കട്ട ഉണ്ടാക്കുമ്പോൾ കൂടാതെ ചോറും പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി തൂളിച്ച് കഴിച്ചാലും സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ വിഭവം എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കൂട്ടോ. അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. താങ്ക് യു.